ഒൻപതാമത് കേരള ഹോക്കി ജൂനിയർ ആൺകുട്ടികളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ല ചാമ്പ്യന്മാർ. ഫൈനലിൽ പാലക്കാട് ജില്ലയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് എറണാകുളം ചാമ്പ്യന്മാരായത്. നിശ്ചിത സമയം പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിരുന്നു. മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ കൊല്ലം ജില്ലയെ തോൽപ്പിച്ച് തിരുവനന്തപുരം വെങ്കലം സ്വന്തമാക്കി. നിശ്ചിത സമയം പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. എന്നാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-നെതിരെ 4 ഗോളുകൾക്കാണ് തിരുവനന്തപുരം വിജയം ആഘോഷമാക്കിയത്. ഫൈനലിന്റെ 23-ാം മിനിറ്റിൽ പാലക്കാട് ടീം ക്യാപ്റ്റൻ സാലിക്കിലൂടെ ഗോൾ നേടി മുന്നിലെത്തി. രണ്ടാം പകുതി ആരംഭിച്ച് 1 മിനിറ്റിന് ശേഷം 31-ാം മിനിറ്റിൽ റിസ്വാനിലൂടെ എറണാകുളം സമനില പിടിച്ചു. പിന്നീട് ഇരു ടീമുകളും ലീഡെടുക്കാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല. പെനാൽറ്റിയിലേക്ക് നീങ്ങിയ മത്സരത്തിൽ എറണാകുളം ഗോൾ കീപ്പർ രക്ഷകനായി. 1-നെതിരെ 3 ഗോളുകൾക്കാണ് എറണാകുളം വിജയിച്ചത്. മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ 6-ാം മിനിറ്റിൽ തന്നെ കൊല്ലം ലീഡെടുത്തു. തുടർന്ന് ആക്രമിച്ചു കളിച്ച തിരുവനന്തപുരം 3 ഗോൾ തിരിച്ചടിച്ച് മുന്നിലെത്തി. രണ്ടാം പകുതിയിൽ കൊല്ലം 2 ഗോൾ തിരിച്ചടിച്ച് സമനില പിടിച്ചു. തിരുവനന്തപുരത്തിന് വേണ്ടി അബി വിൻസെന്റ് ആണ് ഇരട്ട ഗോൾ നേടിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-നെതിരെ 3 ഗോളുകൾക്ക് തിരുവനന്തപുരം വിജയികളായി. തിരുവനന്തപുരം ജില്ലയുടെ അബി വിൻസെന്റിനെ ചാമ്പ്യൻഷിപ്പിന്റെ മികച്ച ഫോർവേഡായി തിരഞ്ഞെടുത്തു. എറണാകുളം ജില്ലയുടെ രോഹിത് കുശ്വ മികച്ച പ്രതിരോധ താരവും രോഹിത് സി ഡോൾഫി മികച്ച ഗോൾ കീപ്പറുമായി. പാലക്കാട് ജില്ലയുടെ ക്യാപ്റ്റൻ സാഹിൽ KS ആണ് ചാമ്പ്യൻഷിപ്പിലെ മികച്ച താരം. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം കേരള ഹോക്കി സംസ്ഥാന സെക്രട്ടറി CT സോജി നിർവഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ നിയാസ്, കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജയകൃഷ്ണൻ, പാലക്കാട് ജില്ലാ ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് P രാജേഷ്, സെക്രട്ടറി സയോ, ട്രഷറർ ജമീൽ തുടങ്ങിയവർ പങ്കെടുത്തു.